നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. കരുണയുടെ പത്തിൽ കരുണ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഉള്ള ഏറ്റവും നല്ല ഓഫറാണ് ഉമ്മമാരെ. ആരാണ് ആ പെണ്ണ്? ഖാമത്ത്, ആ പെണ്ണ് രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റു, എന്നിട്ട് ഭർത്താവിനെയും കൂടി വിളിക്കുകയാണ്. ഇത് തഹജ്ജുദിൽ മാത്രം ഖാസായ കാര്യമൊന്നുമല്ല കേട്ടോ. ത്വീബി ഇമാമിന്റെ വാക്ക് ഈ ഹദീസ് വിശദീകരണത്തിൽ ഫൈലുൽ ഖദീറിൽ അത് കാണാൻ പറ്റും. ഏത് ഇബാദത്തും ഭർത്താവും കൂടി ചെയ്യണം എന്നാ ഭാര്യ വിചാരിക്കേണ്ടത്, അല്ലാതെ ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂട്ടുനിൽക്കല്ല വേണ്ടത്. അങ്ങനെ കൂട്ടു നിന്നാൽ അവർക്കാണ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലയാവും എന്ന ദുർഗതിയാണ് അവർക്കുണ്ടാവുക. ശരിക്ക് ഈ സൂറത്ത് ഇറങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് പറഞ്ഞാൽ, ഈ സൂറത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് വളരെ രഹസ്യമായി ആരംഭിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൻദിർ അശീറത്തകൽ അഖറബീൻ, തങ്ങളുടെ കുടുംബത്തെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തി വിഷയം ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരെയും വിളിച്ചുണർത്തി തങ്ങളങ്ങ് വയലു പറയാൻ തുടങ്ങി. അപ്പൊ അബൂലഹബ് തങ്ങൾക്കെതിരെ ആക്ഷേപമായിട്ട് വന്നു. ഓരോ ഗോത്രത്തെ ഓരോ ഗ്രൂപ്പിന് ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അബൂലഹബ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നത്? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. എന്താ മീറ്റിംഗിന്റെ അജണ്ട എല്ലാം പുറത്താദ്യം പറയണമെന്നൊന്നുമില്ല. ചില മീറ്റിങ്ങിൽ ഫിസിക്കലി വന്നിട്ട് പറയേണ്ട അജണ്ടകളൊക്കെ ഉണ്ടാവും. എന്തിനാ വിളിക്കുന്നത്? ഫഹദർ അൻ തകൂന അബാലഹബ്, അബൂലഹബ് ഒരു പേര്, ഒരു വ്യക്തിയുടെ പേരല്ല. നമ്മൾ ഓരോരുത്തരും അബൂലഹബ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ വായിക്കാൻ പറ്റും. അബൂലഹബിന്റെ മെയിൻ പ്രശ്നം എന്താ? അബൂലഹബിന് നന്നാവാനുള്ള 10 സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, റസൂലുള്ളാഹിന്റെ കുടുംബം, നല്ല മക്കള്, നല്ല സമ്പത്ത്, നല്ല ഭാര്യ, ഇങ്ങനെ 10 കാര്യങ്ങൾ എണ്ണി വെക്കുന്നുണ്ട് മുഫസ്സിറുകൾ. എന്നിട്ടും ഈ ചാൻസ് ഈ ചങ്ങായി ഉപയോഗിക്കാതെ കെട്ടുപോയ ആളാണ് ചങ്ങായി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു. അപ്പൊ നബവിയായ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓൻ അബൂലഹബാവും. നബിയുടെ ഗുണമുള്ള ഏതൊക്കെ ഗുണങ്ങളുണ്ടോ ഇൽമിന്റെ അഹ്ലുകാർ, നബി തങ്ങളുടെ ഗുണമാണ് കാന അലമന്നാസ്, സ്വതക്ക നന്നായി ചെയ്യുന്ന പ്രമാണിമാർ, കാന അജ്വദന്നാസ്. ഇൽമിന്റെ അഹ്ലുകാരെ അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നവരെ, ദുനിയാവിനോട് താല്പര്യമില്ലാതെ ഉഖ്റവിയായ ചിന്തകളിൽ നടക്കുന്നവരെ ആക്ഷേപിച്ചാൽ ഫഹ്ദർ അൻ തകൂന അബാലഹബ്, നീയും അബൂലഹബായി മാറും. നമ്മളൊക്കെ അബൂലഹബാവുന്നുണ്ടോ എന്ന് പേടിക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കുറെ ഉസ്താദുമാരുമായിട്ട് കൂടുതൽ ഇടപെട്ട് കാലം കഴിയുമ്പോൾ ഉസ്താദുമാരെ വില അങ്ങനെ നഷ്ടപ്പെടും. മനസ്സെന്ന് പേടിക്കണം. ഇന്ന ഷാനിയൊക്കെ ഹുവല്ലബുത്തർന്ന, നബിയെ തങ്ങൾ ആക്ഷേപിച്ചവന്റെ അഡ്രസ് ഉണ്ടാവില്ല. ആസുബിന് വായിലാണ് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺമക്കളൊക്കെ വഫാത്തായപ്പോ അഡ്രസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്തു. അയാൾക്ക് അഡ്രസ് ഇല്ല. ലോകം മുഴുവനും തങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞ് തങ്ങൾക്കുള്ള അഡ്രസ് കൊടുത്തു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി തങ്ങളുടെ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓനിക്കും അഡ്രസ് ഉണ്ടാവില്ല. എല്ലാം വഹാബിയായിട്ട് ഈ ചങ്ങായി മരിച്ചു. മക്കൾ മൊത്തം വഹാബി, അതുകൊണ്ട് ആരും അഡ്രസ്സും ഉണ്ടാവില്ല, ഒരു ദുആ ഉണ്ടാവില്ല, ഒരു തൽഖീനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മിണ്ടാതിരുന്നോളണം. നമ്മളെ നാവുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലൊക്കെ കയറി ഇടപെടാനൊന്നും പറ്റൂല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഫഹദർ അൻ തകൂന അബാലഹബ്, അബൂലഹബാവുന്നത് പേടിക്കണം. നബവിയായ ഗുണമുള്ള ഒരാളെയും നമ്മൾ തൊടരുത്. എല്ലാ മനുഷ്യന്മാർക്കും നബിയുടെ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. മിണ്ടാണ്ടെന്നാ മതി. ആ പരിപാടിക്ക് നമ്മൾ പോയി. ഈ അബൂലഹബ് ഈ തെറ്റൊക്കെ ചെയ്തപ്പോ ഉമ്മു ജമീലക്ക് മാറി നിന്ന് ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന് പറയാമായിരുന്നു. പക്ഷേ ഉമ്മു ജമീല അതിന് നിൽക്കാതെ അബൂലഹബിന്റെ കൂടെ കൂടി. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അതുകൊണ്ടാണ് ഓന്റെ കെട്ടിയോൾ എന്ന പ്രയോഗം നടത്തിയത്. ശരിക്ക് നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അബൂലഹബിന്റെ കുഞ്ഞത്തലമോ, ഓന്റെ ഒറിജിനൽ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. പിന്നെ ആ ബിംബാരാധനന്റെ ഖുർആൻ നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓന്റെ കുഞ്ഞത്തലമിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോയത് അബൂലഹബ്. അങ്ങനെ അബൂലഹബ് ചങ്ങായിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മു ജമീല എന്നുള്ള കുഞ്ഞത്തലം തന്നെയാണ് ഈ പെണ്ണിന്റെ പേരും പറയേണ്ടത്. പിന്നെന്താ ഉമ്മു ജമീല എന്ന് പറയാതെ ആൻഡ് ഹിസ് വൈഫ് എന്ന് പ്രയോഗം നടത്തിയത്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇത് ഈ പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ആക്ഷേപിക്കുന്ന കോണ്ടെക്സ്റ്റിൽ സൗന്ദര്യവതിയായ പെണ്ണ് എന്ന് പറയുന്നിടത്ത് ഒരു സുഖക്കുറവുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനും എല്ലാ നന്നായി ഓതി പഠിക്കുന്ന അദബുള്ള പ്രിയപ്പെട്ട ആ മോന് തോറ്റിരിക്കുന്നു എന്നാരും പറയും? പറയൂലല്ലോ. വളരെ സൗന്ദര്യവതിയായ പെണ്ണ് അങ്ങനെ പറയൂലല്ലോ.
ആ പെണ്ണിനെ ആക്ഷേപിക്കുന്ന കോണ്ടാക്സ്റ്റിൽ ആ പെണ്ണിന്റെ പേര് നല്ല പേര് നമുക്ക് പറയൂല. അതൊരു സാഹിതീയ പ്രയോഗമാണ്. ഇപ്പൊ അതൊന്നും വിശദീകരിക്കാനുള്ള നേരമില്ല. ശരിക്കും ഉമ്മു ജമീലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് തെറ്റിന് കൂട്ടുന്നുള്ളതാണ്. ഭർത്താക്കന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുക അല്ലാതെ പോറ് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്, എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്കൊരു മുഖദ്ദറായ സുആലുണ്ടാവും. അതൊക്കെ നമുക്ക് നടക്കോന്നോ?